നമ്മൾ ക്ഷണിച്ചിരുന്നു. അത് നിതിൻ ഗഡ്കരിയെ ക്ഷണിച്ചിരുന്നു, അശോക് വൈഷ്ണവിയെ ക്ഷണിച്ചിരുന്നു. ഇവിടെ സ്ഥിരമായി വന്നു പോകാറുള്ള ആളുകളെ, അത് കൂടാതെ കേരളത്തിൽ നിന്നുള്ള ബഹുമാന്യ സുരേഷ് ഗോപിയെ നേരിട്ട് തന്നെ അല്ലേ പ്രസിഡന്റ് തന്നെ നേരിട്ട് പോയി ക്ഷണിച്ചിരുന്നതാണ്. അപ്പോൾ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇല്ല, പന്തളം കൊട്ടാരത്തിൽ അവർ വരുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തോ അത് നമുക്കറിയില്ല. നേരത്തെ തന്നിരുന്നതനുസരിച്ചാണ് ദിവസം ബോർഡിനെ ഇതുവരെ അറിയിച്ചില്ല. ബോർഡ് പങ്കെടുക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് നേരത്തെ അറിയിച്ച പേരാണ്. ഞങ്ങളോട് ഉച്ചയ്ക്ക് പറയുമ്പോഴും പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങളതിനെ ഉച്ചയ്ക്ക് ബന്ധപ്പെടുമ്പോഴും ഞങ്ങൾ പ്രശ്നമുണ്ട്. ഈ വിഷയം പറഞ്ഞില്ല, ഈ മരണവുമായി ബന്ധപ്പെട്ട ശൂലമുണ്ട്. എങ്കിലും മുഖ്യമന്ത്രിയോടൊപ്പം പേര് വെച്ചോളൂ, ബാല സെക്രട്ടറിയുടെ പേര് വെച്ചോളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ടെൻഡർ നടപടികളിലൂടെയാണ്, പക്ഷെ സ്പോൺസറാണ്. സ്പോൺസർഷിപ്പിലൂടെ നമ്മൾ കണ്ടെത്തും. പിന്നെ തീർച്ചയായും ദേവസ്വം ബോർഡ് അതിന് സഹായിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. സംവിധാനങ്ങളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പിലൂടെയാണ്. വിദേശ പ്രതിനിധികൾ 250 16 രാജ്യത്തോളം വിദേശ പ്രതിനിധികൾ നിർമ്മാണമാണ്. ഓക്കെ, അല്ല, നിങ്ങളോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നമ്മളിവിടെ ചർച്ചയിൽ ഇവർ ഉരുത്തിരിഞ്ഞു വരുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ചർച്ച ചെയ്ത് വിദഗ്ധന്മാരെ കൂടെ ഉൾപ്പെടുത്തി അന്തിമ തീരുമാനം എടുക്കുന്ന ഒരു കമ്മിറ്റിയെ കൂടി അവിടെ തെരഞ്ഞെടുക്കും. ആ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റും ആലോചിച്ച് ഭാവി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്നതിന് അതിനുവേണ്ടിയല്ലേ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത്. ഗവൺമെന്റ് പണം മുടക്കിയാണ് ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിച്ചിരുന്നത്. ആദ്യം ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചില്ല. അത് തള്ളിക്കളഞ്ഞ് രണ്ടാമതുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. ഇതിന്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ട് 4-5 വർഷമായി. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി തന്നിട്ട് ഇപ്പം 3-4 മാസമേ ഉള്ളൂ. കിട്ടിയ ഉടൻ തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ചു. അത് പൊതുവെ ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ബോർഡിനെ അറിയിച്ചു. ബോർഡ് അതിന്റെ അടിസ്ഥാനത്തിൽ സംഗമത്തിൽ ഇത് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ ബോർഡ് നടപ്പാക്കാൻ തന്നെയാണ്. ഇല്ല, സന്നദ്ധ ആരെങ്കിലും അതിന് മുന്നോട്ട് വന്നാൽ അത് നമ്മൾ സ്വീകരിക്കുകയെന്നും പറയില്ല. നമുക്കിപ്പോ എത്രയോ സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൽ മിക്കവാറും ഇടപെടുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ ഇപ്പോ ഞങ്ങൾ 56 കോടി രൂപയുടെ ഒരു ആശുപത്രിക്ക് തറക്കല്ലിട്ടു. അപ്പോഴും ഒരു സ്പോൺസർ വന്നു, ഞങ്ങളത് ചെയ്തുതരാം. ഒരു പശുത്തൊഴുത്ത് ആലോചിച്ചു. 5.5 കോടി രൂപ മുടക്കി ഒരു ഭക്തൻ ഒരു പശുത്തൊഴുത്ത് ഈ അടുത്ത കാലത്ത് ഗോശാല ഉണ്ടാക്കി തന്നു. ഹൈടെക്കാണ്. അത് AC റൂമാണ്. പശുക്കള് കറക്കുന്നതും പുല്ല് കൊടുക്കുന്നതും അതിന്റെ മലമൂത്രം എടുക്കുന്ന എല്ലാം യന്ത്രങ്ങളാണ്. അല്ലാത്ത നമ്മുടെ ഭക്തർ തന്നെ വരുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ ആനത്തറയും 10 എണ്ണം ഉണ്ടാക്കി. അത് സ്പോൺസർഷിപ്പ് മുന്നോട്ട് വന്നു. അപ്പൊ ചില കേസുകൾ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരൊന്നും നിരുത്സാഹപ്പെടുത്തില്ല, സൗകര്യങ്ങൾ കൊടുക്കും, സംശയമൊന്നുമില്ല. അതല്ല, ഇവിടെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ അങ്ങനെയുള്ള ആളുകളൊക്കെ സ്പോൺസർമാരൊക്കെ പിന്നീട് കണ്ടെത്തി. ആദ്യം നമ്മൾ ആശയം ഉണ്ടാക്കി
അത് പ്രാവർത്തികമാക്കാനുള്ള രൂപത്തിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ഈ പറയുന്ന സ്പോൺസർമാരുടെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇല്ല, ഇപ്പം നമുക്ക് അവർ ഇൻവിറ്റേഷൻ ഒന്നും കൊടുത്തില്ല. അത് കൊടുക്കാത്തത് നമ്മൾ ഇത് സംബന്ധിച്ച് ആശയ വ്യക്തതയോടുകൂടി എന്താണ് ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്നത് അതിന് രൂപരേഖ ഉണ്ടാക്കി DPR ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ സോഴ്സ് ഓഫ് ഇൻകത്തെ കുറിച്ച് ആലോചിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന ഒരു ഘട്ടം പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ സ്പോൺസർമാർ ഇതിന് താല്പര്യമുള്ളവർ മുന്നോട്ട് വന്നാൽ അവരെല്ലാം നമ്മൾ സഹകരിപ്പിക്കും. അത് മുന്നോട്ട് വരണം മുമ്പ് വന്നിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഭാവിയിൽ എങ്ങനെ വന്നാലും നമ്മൾ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. കോടതി ഇക്കാര്യത്തിൽ നല്ലത് നടക്കണം എന്നുള്ള രൂപത്തിൽ എപ്പോഴും ആലോചിച്ചിട്ടില്ല. അതെ, ശബരിമലയ്ക്ക് ദോഷം വരുന്ന രൂപത്തിലൊന്നും കോടതി ഇതുവരെ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞില്ല. ഈ വിഷയത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കട്ടെ എന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഈ കാര്യത്തിൽ എടുത്ത നിലപാട് അതെല്ലാം സ്വാഗതാർഹമാണ്.